ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള gbljobs.com എങ്ങനെ നിങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി പാർട്ട്ണർ ആകാമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രോമിൽ കയറിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം, gbljobs.com. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കാണിക്കും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇതിൽ ഫ്രാഞ്ചൈസിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫ്രാഞ്ചൈസിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അപ്ലൈ ഫോർ ഫ്രാഞ്ചൈസിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ പാർട്ട്ണർ ലോഗിന് നിങ്ങൾ ഫ്രാഞ്ചൈസി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പാർട്ട്ണർ ലോഗിൻ വെച്ചിട്ട് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അപ്ലൈ ഫോർ ഫ്രാഞ്ചൈസിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബിക്കം എ പാർട്ട്ണർ എന്നുള്ള ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കാണിക്കുക. ഇതിൽ നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഒരു സ്ട്രോങ് പാസ്വേഡ്, ആ പാസ്വേഡ് കൺഫേം ചെയ്യാൻ പാസ്വേഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് ആക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെയിം കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കാം. ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ രജിസ്റ്റർ ആസ് എ പാർട്ട്ണർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ മെയിലിലോട്ട് ഒരു OTP പോവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെരിഫൈ OTP എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും അതേപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, പാസ്വേഡ് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ KYC സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സബ്മിറ്റ് KYC എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ബിസിനസ് ടൈപ്പ് കൊടുക്കാം, ഇൻഡിവിജ്വൽ ഓർ പ്രൊപ്രൈറ്റർ, രജിസ്റ്റേർഡ് ഫേം ഓർ കമ്പനി. ഓക്കെ, ദെൻ ലീഗൽ നെയിം കൊടുക്കാം. ലീഗൽ നെയിം കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ ID പ്രൂഫ് കൊടുക്കാം. പാൻ കാർഡ് നമ്പർ കൊടുക്കാം. ഓക്കെ, പാൻ കാർഡിൻ്റെ PDF ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അഡ്രസ് ഡീറ്റെയിൽസ് ആണ്, ബിസിനസ് അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, ദെൻ സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് കൊടുക്കാം. സിറ്റി, സ്റ്റേറ്റ് കൊടുക്കാം. പിൻകോഡ് കൊടുക്കാം. ദെൻ അഡ്രസ് പ്രൂഫ്, ഡോക്യുമെൻറ്റ് ടൈപ്പ് ഇതിൽ ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്
ഇതിൽ ഏതെങ്കിലും അഡ്രസ് പ്രൂഫ് കൊടുക്കാം. കൊടുത്തിട്ടുള്ള അഡ്രസ് പ്രൂഫിൻ്റെ PDF ഫയൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ സബ്മിറ്റ് ഫോർ വെരിഫിക്കേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ